ഹായ് ഗായ്സ് രാവിലെ തന്നെ പപ്പയിരുന്ന് പൂവിടുന്നതാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഇത് ഓണത്തിൻ്റെ അന്നത്തെ വ്ളോഗാണ്. അപ്പോൾ ഇത് മോർണിംഗ് ഞാൻ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. പെട്ടെന്നൊരു ചേഞ്ച് വന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞത് അമ്മ പപ്പ അമ്മ അനിയൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. പെട്ടെന്ന് ചേഞ്ചായി. കാരണം ഏട്ടന് ഷൂട്ട് ഒരു 2 ദിവസം ഗ്യാപ്പ് വന്നു. അപ്പോൾ ഏട്ടൻ നേരെ തൃശ്ശൂരോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ തൃശ്ശൂരോട്ട് പോണു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പോകുന്നതിൻ്റെ വിഷമമാണ് എല്ലാവരും മുഖത്തും ഉള്ളത്. പിന്നെ പകുതി സന്തോഷമുണ്ട്, ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ ഇത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഏട്ടൻ എന്നെ അവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ എന്നെ കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് ദൈവം ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് പോവാണ്. അപ്പം ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അപ്പം ഞാൻ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഏട്ടൻ അവിടെ വെയിറ്റിംഗ് ആണ്. ആൾ ഇന്നലെ രാത്രി എത്തിയത്. അപ്പം ഓണം പകുതി ഉണ്ടത് ബസ്സിലാണ്. അപ്പം അതോടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് നമ്മൾ കോഴിക്കോട് ലുലു മോൾ ഇത് ഓപ്പണായി. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പോയിട്ടില്ല ലുലു മോളിൽ. പക്ഷെ നല്ല തിരക്കാണെന്നാണ് കേൾക്കുന്നത്. ഞങ്ങൾ ഇതേ പോകുമ്പോൾ തന്നെ രാവിലെ 9 മണി ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലോട്ട് കുറേ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കാണ്. എൻ്റെ അനിയൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഒരു രക്ഷയില്ല, എസ്കലേറ്ററിൻ്റെ മുകളിൽ കയറാൻ വരെ അത്രയ്ക്ക് തിരക്കാണ്. അപ്പം എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് വരുമ്പോൾ വേണം ഒന്ന് പോവാൻ. അപ്പം ഞാൻ ഓൾറെഡി ഇത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നുള്ളൊരു ഇത് വന്നപ്പം ബസ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, സീറ്റ് കിട്ടി. കറക്റ്റ് ടൈമിന് തന്നെ ഞാൻ ഇത് വീട്ടിലെത്തി. ഏട്ടൻ എന്നെ പിക്ക് ചെയ്തു, സ്റ്റാൻഡിൽ വന്ന് പിക്ക് ചെയ്തു. ഇതേ ഞങ്ങൾ വീട്ടിലോട്ട് ലഗേജൊക്കെ എടുത്തത് വീട്ടിലോട്ട് പോവാണ്. കറക്റ്റ് ഞാൻ 1:30 സദ്യേൻ്റെ സമയത്താണ് ചെല്ലുന്നത്. അപ്പോൾ ഇത് അവിടെ എല്ലാം ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അപ്പനും ഏട്ടനും ഒക്കെ ഇത് അവരിത് ഓണത്തിൻ്റെ സെലിബ്രേഷനിലാണ്, എല്ലാവരും ഓണത്തിൻ്റെ മൂഡിലാണ്. അപ്പോൾ ഈ സദ്യയും കാര്യങ്ങളൊക്കെ ഓൾറെഡി മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ഇതേ ഞങ്ങൾ അടിപൊളിയായിട്ട് സദ്യ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞങ്ങളിത് ഓണം കഴിഞ്ഞു വീട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലെത്തിയിരിക്കുന്നു. നമ്മൾ എന്തിനാ പോകുന്നപ്പോ? എന്തായിട്ടാ സിനിമയ്ക്ക് നമ്മൾ ARM കാണാൻ വേണ്ടിയിട്ട് ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി. ബട്ട് ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് എങ്ങനെ പോകുന്നതാണ്. നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക്, നല്ല ബ്ലോക്ക്. അതെ, സദ്യ കഴിച്ചിട്ട് വയറൊക്കെ ചാടി. ഞങ്ങൾ ഇന്ന് സദ്യൻ്റെ ഹാങ് ഓവർ മാറ്റായിരുന്നല്ലേ. 3 ദിവസമായിട്ട് സദ്യ ആയിരുന്നു. സദ്യ കഴിച്ച് സദ്യയോടുള്ള പൂതി, പായസത്തിനോടുള്ള പൂതിക്കാണ് മാറി കിട്ടി. പാൽ പായസം, പാലട പായസം, ഗോതമ്പ് പായസം എല്ലാം കുറച്ച് കാലത്തേക്ക് പായസം മതി. കുറെ കാലമായി പായസം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. കുറേ ആയിട്ട് നമ്മൾ ഷുഗർ ഡയറ്റിലായതുകൊണ്ട് നമ്മൾ കഴിക്കാറില്ലായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ഓണത്തിൽ തീർത്ത് കിട്ടി. അപ്പോൾ ഇപ്പം സമയം 4 മണി ആയിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ 6:45 മൂവി. പക്ഷെ നല്ല തിരക്കുണ്ട് ലുലുവിൽ. ഒന്നാമത് ഓണത്തിന്റെ തലേദിവസം അതിനെക്കൊണ്ട് ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസം. പാർക്കിംഗ് ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഇതാണ് ലുലു മോളിന്റെ അവസ്ഥ. 3 റോ ഗേറ്റിന്റെ അവിടെ വരെ ഉണ്ട്. എവിടെ കൊണ്ട് പാർക്കിംഗ്? പടം കാണാൻ ഉള്ളോണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. വരില്ലായിരുന്നു. കാരണം ഏട്ടിപ്പോ നാളെ തന്നെ അല്ല മറ്റന്നാൾ തന്നെ പോവും തിരിച്ച് ട്രിവാൻഡ്രം. മതിയായിരുന്നു. നമ്മൾ ഇത്ര പക്ഷെ നാളെ അല്ലല്ലോ, നമുക്ക് ഡേറ്റ് പെട്ടെന്ന് മാറിയതല്ലേ. പക്ഷെ ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ഒന്നും ഇല്ലല്ലോ, ഉണ്ടാവില്ല തോന്നുന്നില്ല എനിക്ക്. ഇത്ര ടൈം ആയില്ല, ഇത്ര മണിക്കൂർ മുമ്പൊക്കെ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കി നോക്ക്. പക്ഷെ എന്തായാലും നമ്മൾ ലുലുവിൻ്റെ ഉള്ളിൽ എത്തിയില്ല. ഇനിയിപ്പോൾ ഗൈസ് ഞങ്ങൾ നല്ല രീതിക്ക് പെട്ടിരിക്കുന്നു ലുലുവിൽ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാന്ന് വിചാരിച്ചു. കാരണം വാലറ്റ് പാർക്കിംഗ് ചോദിച്ചു, അതുവരെ ഫുൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പോലെയുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് പാർക്കിങ്ങിൽ വലിയ കുഴപ്പമില്ലാതെ ഏതോ ഒരു അറ്റത്ത് പാർക്കിംഗ് കിട്ടി.
അപ്പോൾ ഇതേ ഞങ്ങൾക്ക് ഭയങ്കര മൂവിക്ക് ഓൾറെഡി ഇനിയും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇതേ താഴെ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പം അവിടെ ഭയങ്കര ഇങ്ങനെ എന്തോ ഒരു ചെലങ്കേൻ്റെ ഒക്കെ ശബ്ദം കേട്ടു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ തെയ്യം കെട്ടിയിട്ട് കുറേ രൂപങ്ങൾ, അതെന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഓണത്തിൻ്റെ ആ ഒരു ഫെസ്റ്റിവൽ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എന്താ പറയുക ഡെക്കറേഷൻസും ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ ഈ തെയ്യത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, പിന്നെ അവരുടെ ഒരു കുഞ്ഞു പെർഫോമൻസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നു. എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. 6 കെട്ടിയ രൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മുകളിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നി. അതെന്തായാലും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫുള്ള് വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് പേരൊക്കെ എൻജോയ് ചെയ്തു, അത് കണ്ടു. കാരണം ഞങ്ങൾക്ക് മൂവിക്ക് ഇനിയും ടൈം ഉണ്ടായിരുന്നു. 6:45 മൂവി. അപ്പോൾ എന്തായാലും ടൈം ഉണ്ടല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഓർത്തിങ്ങനെ, കാരണം വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഓർത്തിങ്ങനെ ബോറടിച്ച് നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അത് കണ്ട് ഇങ്ങനെ നിന്നു. പക്ഷേ കൊള്ളായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു അവരത്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ, പിന്നെ എല്ലാ റോലും നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഒരു പുതുമയല്ലേ നമുക്ക് കാണുന്നത്. പിന്നെ ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് തെയ്യരൂപങ്ങൾ വന്നിട്ടുള്ളൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു രസമാണല്ലോ. ഇപ്പം കൊട്ടും മേളക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ലൈവ് പെർഫോമൻസ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ കുറേ നേരം ഇതൊക്കെ കണ്ടുവന്നു. പിന്നെ ഏകദേശം ഞങ്ങൾക്ക് ടൈം ആവാൻ തുടങ്ങി, ഉള്ളിലോട്ട് കയറാനുള്ള. അപ്പം ഞങ്ങൾ ARM മൂവിക്കാണ് കേട്ടോ കയറുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് മൂവിക്ക് കയറാം. കാരണം മൂവി കഴിയുമ്പോൾ എന്തായാലും 9:30-10 മണിയാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പാരഗണിൻ്റെ അപ്പുറത്തൊരു കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിത് 2 കട്ട്ലറ്റും ഒരു കോഫിയും പറഞ്ഞു, ഒരു മഫിനും പറഞ്ഞു. പക്ഷേ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മഫിനും കൊള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കട്ട്ലറ്റൊക്കെ കഴിച്ചു, എല്ലാം സെറ്റായി. ഞങ്ങളൊരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചു. ഞങ്ങളിത് നേരെ ലുലുവിലോട്ട് PVRൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. അപ്പം ഇനിയും ടൈമുണ്ട്. പിന്നെ ഞങ്ങളിത് അവിടെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ ആരും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ARM കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളിത് ഫ്രഷായി വന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഉള്ളിലോട്ട് കയറാനുള്ള ഇതിലാണ്. പിന്നെ 3D ആയിരുന്നു. എന്തായാലും അടിപൊളി പാടായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടൊവിനോ നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഓണത്തിന് നല്ലൊരു ട്രീറ്റാണ് ARM. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ പാരഗണിൽ വന്നു, ഫുഡ് കഴിച്ചു, വീട്ടിലോട്ട് പോയി. ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.